വൈദക്കാല മൂസ പറഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ പറയലല്ല കേട്ടോ. കാല എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് നമ്മുടെ അറിവുകളെ നമ്മുടെ ചിന്തയിൽ നിന്ന് നമ്മുടെ അറിവുകളെ സ്വഭാവങ്ങളിലേക്കും കർമ്മങ്ങളിലേക്കും കൊണ്ടുവരില്ല കാല. അല്ലാതെ ഞാൻ ഈ നാവ് കൊണ്ട് സംസാരിക്കലല്ല. മനസ്സിലായി? അൽക്ക എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് അറിവുകൾ ഉള്ളിലേക്കില്ല. അതാണ് ലക്ക എന്നുള്ളതിനെ തിരിച്ചു വായിച്ചാൽ കാല എന്നാണ്. ലക്ക എന്നുള്ളതിനെ അഫ്വലതിൽ കൊണ്ട് അതിന് ഭാഷങ്ങൾക്ക് വിശദീകരിക്കുന്നത് അൽക്ക. പുറമേയിൽ നിന്ന് അറിവുകൾ ഓരോന്നും നമ്മുടെ ചിന്തയിലേക്ക് ഇടലാണ്. അൽക്ക സമ അൽ ബസറ വഹുവ ഷഹീദ്. അതിനോട് ഷഹീദായിക്കൊണ്ട് നമ്മുടെ സമയിലേക്കും ബസറിലേക്കും അറിവുകൾ ഇടുക. ലിമൻ അൽക്ക സമ വഹുവ ഷഹീദ്. പ്രപഞ്ചത്തിലെ ഓരോ അറിവിനും അവൻ ഷഹീദാകണം, സാക്ഷിയാകണം. ഓരോന്നിനും നിരീക്ഷിക്കണം. അതിനെ നിരീക്ഷിച്ചുകൊണ്ട് അവന്റെ ചിന്തയിലേക്കും ബുദ്ധിയിലേക്കും അറിവുകൾ ഇട്ടുകൊടുക്കുന്നത് അൽക്കായാണെങ്കിൽ, അതിനെ തിരിച്ചു വായിക്കുമ്പോൾ ലക്കയാണെങ്കിൽ, കാലയാണെങ്കിൽ ആ അറിവുകളെ തന്റെ സുലൂക്കുകളിലേക്കും അഫ്വാലുകളിലേക്കും സ്വഭാവങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും കൊണ്ടുവരലാണ് കാല. മനസ്സിലായോ? അതാണ് കാല. അല്ലാതെ ഞാൻ നാവുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം മൂസ പറഞ്ഞു എന്നല്ല. മൂസ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. ആരിലേക്കാണ് കൊണ്ടുവന്നതിന്റെ ഫതാഹു? തന്റെ തീരുമാനങ്ങൾ എടുക്കാനുള്ള തന്റെ കഴിവിനോട്. അതാണ് ഫതാ. മുഫ്തി. മനസ്സിലായോ? യസ്തഫ്തൂനക, അവര് നിന്നോട് ഫത്വ ചോദിക്കുന്നു. ഈ ഫത്വ കൊടുക്കാനുള്ള ഒരു കഴിവുണ്ട് ഓരോ മനുഷ്യരിലും, ഒരു തീരുമാനം പറയാനുള്ള കഴിവ്. അതാണ് 3 ഫത്തയാണ് ഖുർആനിലുള്ളത്. ആരൊക്കെയാണ്? മൂസയും ഇബ്രാഹിമും യൂസുഫും. 3 ഫത്തയാണ് ഇതിന് കഴിവുള്ള ആളുകൾ. ഇന്നഹും ഫിത്തിയത്തുൻ ആമനു ഫത്തയാനി ഫിത്തിയത്ത്. ഫത്ത ഒരു യുവാവ്, ഫത്തയാനി എന്ന് പറഞ്ഞാൽ 2 യുവാവ്, 3 ഫിത്തിയത്തായി. അസ്ഹാബുൽ കഹ്ഫിൽ ആരാണ്? ഫിത്തിയത്താണ്. ആ ഫിത്തിയത്ത് ആരൊക്കെയാണ്? മൂസയും ഇബ്രാഹിമും യൂസുഫുമാണ്. അത് എവിടുന്ന? ഖുർആനിലാണ്. ഖുർആനിലുണ്ടത്. യൂസുഫു അയ്യുഹൽ ഫത്ത. യൂസുഫു അയ്യുഹൽ ഫത്ത ഇത്തിന. ഫത്തയായ യൂസുഫെ ഞങ്ങൾക്ക് ഫത്വ കൊണ്ട. അപ്പൊ ഫത്ത ആരാന്ന് ഉറപ്പല്ലേ? ഇന്നാ സമീന ഫത്തൻ യുദ്ക്റഹു ഇബ്രാഹിം. ഇബ്രാഹിം എന്ന് പറയപ്പെടുന്ന ഒരു ഫത്തയെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പിന്നെ വകാല മൂസ ലിഫത്താഹു. ഇതാണ് 3 ഫത്ത. അസ്ഹാബുൽ കഹ്ഫിലെ ആളുകളാണ്. അസ്ഹാബുൽ കഹ്ഫിൽ എന്ന് പറഞ്ഞാൽ അൽ-ഇഅ്തിസാലു ബിൽ ഇൽമി വൽ ബഹ്സി എന്നാണ് അതിന്റെ അർത്ഥം. അറിവിനും ഗവേഷണത്തിനും ചർച്ചയ്ക്കും വേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന ഇടം. മാളല്ല, ഒരു മലയിലെ എവിടെയോ ഇരിക്കുന്ന ഒരു പൊത്തല്ല. അൽ മക്കാൻ. എവിടെയാ ഈ അസ്ഹാബുൽ കഹ്ഫ് ആരാണെന്ന് പറഞ്ഞാൽ ഇവര് 3 പേരാണ്. അവര് അറിവിനും ചർച്ചക്കും പഠനത്തിനും വേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന ഇടമാണത്. ഈ അസ്ഹാബുൽ കഹ്ഫിലുള്ള ആളുകൾ 3 പ്രധാനപ്പെട്ട 5 മേഖലകൾ നിർബന്ധമായിട്ടും വേണം. നൂഹ് വേണം, ഇബ്രാഹിം വേണം, മൂസ വേണം, യൂസുഫ് വേണം, ഈസ വേണം. ഈ 5 മേഖലകൾ നിർബന്ധമായിട്ടും വേണം. ബാക്കി വേണമെങ്കിൽ പഠിച്ചാൽ മതി. നൂഹ് എഴുതാതെയാണ്, പ്രാഥമിക ജ്ഞാനമാണ്, LP UP. ഇബ്രാഹിം ഹൈസ്കൂളാണ്. യൂസുഫ് ജാമിയാണ്. ഇതെല്ലാം കൂടുന്നത് അവിടുന്നാണ് ഒന്ന് വേർതിരിയുന്നത്. മൂസ അദ്ദിറാസത്തുൽ ഉലിയ ഉപരിപഠനാണ്. അദ്ദിറാസത്തുൽ ഉലിയാണ്, ഉപരിപഠനാണ് മൂസ.